അടിപൊളി പടം, ലൈറ്റ് ഹാർട്ടഡ് കോമഡിയാണ്. എല്ലാവരും പോയി കാണണം. നല്ല ഫാമിലി ആയിട്ട് ചിരിക്കാൻ പറ്റുന്ന സിനിമ. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ദിവ്യൻ ചേട്ടനായാലും ധ്യാൻ ചേട്ടന്റെ സ്ക്രിപ്റ്റ് അല്ലേ, അപ്പൊ എന്തായാലും കോമഡി ഉണ്ടാവും. അപ്പം അടിപൊളിയായിരുന്നു. എല്ലാവരും പോയി കാണാം. യൂത്തിനൊക്കെ എൻജോയ് ചെയ്യാൻ യൂത്തിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. കണക്ട് ചെയ്യാൻ പറ്റും. അതെ അതെ, കണക്ട് ചെയ്യാൻ പറ്റും. ധ്യാൻ ചേട്ടന്റെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കഥയും കാര്യങ്ങളൊക്കെ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂവിൽ കാണുന്ന കോമഡി പോലത്തെ സംഭവങ്ങളെല്ലാം വരുന്നുണ്ട്. ധ്യാൻ ചേട്ടനെക്കാളും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്കോർ ചെയ്തേക്കുന്ന പിഷാരടി ചേട്ടനും ദിവ്യൻ ചേട്ടനും ഒക്കെയാ. എല്ലാവരും കാണണം. എന്നാലും തിയേറ്റർ വാച്ചബിളാണ്. തിയേറ്റർ വാച്ചബിളാണ്. അതെ അതെ അതെ. ശ്രീനിവാസൻ സാറിന്റെ ഒരു എൻട്രി ഉണ്ട്. എല്ലാം കൊണ്ട് അടിപൊളിയാണ്. ഒരു നല്ല ഫീലാണ് ഇറങ്ങുമ്പോൾ. നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ധ്യാന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, ആ പ്രതീക്ഷിച്ച പോലത്തെ ഒരു റിസൾട്ട് ആയിരുന്നു. പക്ക ഒരു കോമഡി വരുന്ന ഒരു കോമഡി ഉണ്ട് സിനിമയില്. ഇനി ഫ്രണ്ട്സിന്റെ ഒരു നമ്മൾ ഈ ഫ്രണ്ട്സ് കൂടി സംസാരിക്കുന്ന സമയത്ത് വരുന്ന കോമഡിയും അങ്ങനെയൊക്കെ തന്നെ ഒരു ഇതായിരുന്നു. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു. അതാ എനിക്ക് ഇപ്പൊ അജു ആണെങ്കിലും ഇപ്പൊ രമേശ് പിഷാരടി ആണെങ്കിലും അവരുടെയൊക്കെ ഒരു മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ക്ലൈമാക്സിലുള്ള ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല, എത്ര പേർക്ക് അറിയാന്ന് അറിയുന്നില്ല, അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. അത് നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു ഫീല്, കാരണം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു സീന് ക്ലൈമാക്സിലുണ്ടെന്ന്. അപ്പൊ ഞാനത് ശരിക്കും ഇഷ്ടപ്പെട്ടു. രണ്ടുപേർക്കും, എനിക്ക് ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ മൊത്തത്തിൽ എനിക്ക് പിന്നെ ഉറപ്പായിട്ടും. അതാ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ശരിക്കും ഫീൽ ചെയ്യുകയാണെങ്കിൽ എനിക്കോട് തിയേറ്ററിൽ തന്നെ വന്ന് പടം അടിപൊളി പടമാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സംഭവം എന്താ പറയാ, കുറച്ച് തമാശകൾ, പിഷാടിച്ചേട്ടൻ്റെ തമാശകളും ഒക്കെ കിടിലമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും യൂത്തിനൊക്കെ എൻജോയ് ചെയ്യണം. അതിനുള്ള സംഗതികളെല്ലാം ഇട്ടിട്ടുണ്ട്. ഒരു സംഭവമാണ്. നല്ലതായിരുന്നു. ഒരു ഫൺ മൂവിയാണ്. എന്റർടൈനറാണ്, അത്രേ പറയാനുള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഇറ്റ് ഈസ് എൻ എന്റർടൈനർ. കുറച്ച് പിന്നെ കൂടുതലും ആണുങ്ങൾ ഫ്രണ്ട്സ് ചേർന്നുള്ള ഒരു സംഭവം മാത്രമാണ്. അത് ധ്യാൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന, ഫ്രണ്ട്സിനിടയിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അത് അതെങ്ങനെ സീരിയസ് ആയി പോകുന്ന ജീവിതത്തിൻ്റെ ഒരു ചേഞ്ച് വരുത്തുന്നതും പിന്നെ അത് ആ കൺഫ്യൂഷൻ മാറി എല്ലാം ശരിയാകുന്നതുമാണ്. സോ എനിക്ക് തോന്നുന്നു ഒരു റിയൽ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ചിലപ്പോൾ എൻഡിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി എന്റർടൈനറാണ്, ഫൺ മൂവിയാണ്. ഇഷ്ടമായി. അതെ അതെ അതെ, അതിൻ്റെ സ്ക്രിപ്റ്റ് ആണല്ലോ, അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. ഫൺ മൂവി ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് വളരെ ക്രിസ്പായിട്ട് കാണിച്ച് തീർത്തു. പെട്ടെന്ന് കുറച്ച് നേരം ചിരിച്ച് സന്തോഷമായിട്ടിരുന്നവരും. പിന്നെ സ്ത്രീകളുടെ റോള് ഒന്നും വലുതായിട്ട് പറയാനില്ല. കൂടുതലും ധ്യാനും ഫ്രണ്ട്സും കൂടെ ഉള്ള ആ ഒരു സീൻസൊക്കെയാണ്. 2-3 പേര് വന്ന് പോകുന്നുണ്ട്. പടം നിങ്ങളെല്ലാവരും കണ്ടോന്ന് അറിയില്ല, എന്തായാലും കാണണം. ഇതൊരു ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഇതിൽ ഞാനൊരു ഹിന്ദി ക്യാരക്ടറാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ നല്ല അസല് മലയാളിയാണ്. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. പിന്നെ പടം എല്ലാവരും പോയി കാണുക. എല്ലാവരുടെയും കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ അജു ചേട്ടൻ്റെയും രമേശ് പിഷാരടി ചേട്ടൻ്റെയും അതുപോലെ തന്നെ ജീവ ചേട്ടൻ്റെയും ദിവ്യൻ ചേട്ടൻ്റെയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ധ്യാൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റും നല്ല രസമുണ്ട്. പിന്നെ ശ്രീനി സാർ ആഫ്റ്റർ എ ലോങ് ടൈം ചെയ്യുന്ന ഒരു മൂവിയാണ്. എനിക്ക് ശ്രീനി സാറായിട്ടൊരു സ്ക്രീൻ സ്പേസ് ഇല്ല, പക്ഷേ സാർ അഭിനയിക്കുന്ന ഒരു പടത്തിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എല്ലാവരും കാണാൻ കുറച്ച് നേരം നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നുള്ളത്. ഞാനിതിൽ സൂസൻ എന്നുള്ള പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഞങ്ങൾ പോലീസിൻ്റെ പാർട്ട് വരുന്നത്. സോ പറഞ്ഞ പോലെ കോമ്പിനേഷൻസ് ഭയങ്കര രസമാണ്. പിന്നെ ഒരു ബാച്ചിലർ ലൈഫിൻ്റെ ചെറിയൊരു സ്ലൈസ്, ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, പല ബാച്ചിലേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ ധ്യാൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു രസവും ഫണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീനിവാസ് സർ ഞങ്ങളൊക്കെ അത്രയും അഡ്മയർ ചെയ്യുന്നൊരു ആക്ടറുടെ കൂടെ കുറച്ച് സമയം സ്ക്രീൻ സ്പേസ് ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യം. ഞാനൊക്കെ ഒരുപാട് ആരാധനയോട് കൂടിയിട്ടാണ് അദ്ദേഹം നേരെ ഫ്രണ്ടിൽ വന്നിരുന്ന അഭിനയിക്കണമൊക്കെ നോക്കി നിന്നിട്ടുള്ളത്. ആക്ച്വലി അത് അഭിനയിക്കരുത്, ഞാനിങ്ങനെ ഭയങ്കര വണ്ടർ അടിച്ചു, ഓ മൈ ഗോഡ് ഇത് ഇത്ര വലിയൊരു ചാൻസ് എൻ്റെ ലൈഫിൽ കിട്ടുമോ. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് എന്നുള്ളത് എനിക്ക് വലിയ കാര്യമായിരുന്നു. അതൊരു വലിയ സന്തോഷം. നിങ്ങളെല്ലാവരും പടം കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് യങ്സ്റ്റേഴ്സിൻ്റെ പടമാണ്. ഞങ്ങളുടെയൊക്കെ പലരുടെയും ആദ്യത്തെയും രണ്ടാമത്തെയൊക്കെ പടങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാണും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? ഞാൻ അങ്ങോട്ട് ചോദിക്കും. ഇതൊരു കുഞ്ഞു പടം
വലിയ പടങ്ങൾ ചെയ്ത മിന്നൽ മുരളി RD ചെയ്ത സോഫിയ പോൾ ചേച്ചിയുടെ അഭിപ്രായം പറയും. നല്ല മൂവി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുൾ കോമഡി ആയിരുന്നു, ഞങ്ങൾ കുറേ ചിരിച്ചു. നല്ല മൂവി, എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് മീൻസ് തുടങ്ങി നമുക്ക് കുറച്ച് മനസ്സിൽ ഫുൾ ഫണ്ണാണല്ലോ. അപ്പം ആ ഒരു ധ്യാൻ്റെ സ്ക്രിപ്റ്റ് അത് നന്നായി വന്നു, നന്നായിട്ടുണ്ട്, കൊള്ളാം, നല്ല മൂവിയാണ്.